നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായിരുന്നു. കടമ്പനിട്ട് നമ്മോട് പറഞ്ഞതുപോലെ വീരവണക്കത്തിലൂടെ അനിൽ നാഗേന്ദ്രൻ നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. കാലത്തിനൊപ്പം കാഴ്ചയ്ക്കൊപ്പം എന്നൊരു അടിക്കുറിപ്പ് കൂടി ഈ ചിത്രത്തിൽ കൊടുക്കാം. വീരവണക്കത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ശ്രീ തിയേറ്ററിൽ അനിൽ നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത വീരവണക്കം എന്ന തമിഴ് സിനിമയുടെ പ്രീമിയർ ഷോ കണ്ടത് CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ പന്തള സുധാകരൻ, M വിജയകുമാർ, KK ശൈലജ ടീച്ചർ തുടങ്ങിയ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെ ചേർന്നു. അനിൽ നാഗേന്ദ്രൻ മുമ്പ് സംവിധാനം ചെയ്ത വസന്തത്തിന്റെ കനൽ വഴികളിൽ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായാണ് തമിഴിൽ വീരവണക്കം ഒരുക്കിയിരിക്കുന്നത്. CPM പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി IP ബിനുവും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ചിത്രത്തിൽ അഭിനയിക്കുകയല്ല, ജീവിക്കുന്നുണ്ട്. അങ്ങനെ IP ബിനു ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, നടനുമായി തീർന്നെന്നാണ് ബേബി സഖാവും ഗോവിന്ദൻ മാഷും പ്രതികരിച്ചത്. ഇനി സിനിമയിലേക്ക്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും കൊണ്ട് ഏറ്റവും ദുഷിച്ചൊരു സാമൂഹിക വ്യവസ്ഥയെ നോക്കി സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശേഷം ഏറ്റവും കരുത്തുറ്റ സംഭാവന നൽകിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതിന്റെ ആദ്യത്തെ സെക്രട്ടറിയായിരുന്ന P കൃഷ്ണപിള്ളയ്ക്കുമുള്ള പങ്ക് സത്യസന്ധമായും ഹൃദയസ്പർശിയായും വീരവണക്കം എന്ന ചിത്രത്തിലൂടെ അനിൽ നാഗേന്ദ്രൻ വരച്ചു കാട്ടിത്തരുന്നുണ്ട്. സ്വാതന്ത്ര്യവും അവകാശവും ആരും വച്ചു നീട്ടിയതല്ലെന്നും നിരവധി പോരാട്ടങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും നേടിയെടുത്തതാണെന്നും ഈ സിനിമ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ജാതി തരംതിരികൾക്കെതിരെയും കീഴ്ജാതിക്കാർ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെയുമുള്ള പോരാട്ടങ്ങളും സംഘർഷപൂരിതമായ സംഭവ വികാസങ്ങളുമാണ് വീരവണക്കത്തിന്റെ പ്രധാന പ്രമേയം. ആ കഥ ആവേശമായ ഗതിമാറ്റത്തിലൂടെ കേരളത്തിലേക്ക് പടരുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെയും പോരാട്ടം ചരിത്രമായി മാറും. കേരളത്തെ ശരിയായ ദിശയിൽ വളർത്തിയെടുക്കുന്നതിൽ നിർണായക സംഭാവന നൽകിയ അസാധാരണമായ വ്യക്തിത്വമാണ് സഖാവ് P കൃഷ്ണപിള്ളയുടെ. സഖാവിനെ തമിഴ്നാട്ടുകാർക്കും വളരെ കൃത്യമായ രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള തീവ്രമായ ശ്രദ്ധ കഥയിലും തിരക്കഥയിലും സംവിധായകൻ പുലർത്തിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ മകളായ തങ്കമ്മയെ P കൃഷ്ണപിള്ള വിവാഹം കഴിക്കുന്ന സാഹചര്യം അത്യന്തം വൈകാരികമായി തന്നെ വീരവണക്കത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രമുഖ ദക്ഷിണേന്ത്യൻ സംവിധായകനും നടനുമായ സമുദ്രക്കനിയാണ് സഖാവ് P കൃഷ്ണപിള്ളയായി ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സഖാവിനൊപ്പം നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുത്ത 97 വയസ്സുള്ള ചിരിത എന്ന വിപ്ലവ ഗായികയായി PK മേദിനി അവിസ്മരണീയമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു. രാജാ മഹേന്ദ്രൻ എന്ന നല്ലവരായ തമിഴ് ജമീന്ദാരുടെ വേഷത്തിൽ നടൻ ഭരതുണ്ട്. കേരളവും തമിഴ്നാടും രണ്ടല്ല ഒരേ അമ്മ പറ്റ സഹോദരങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് സിനിമ സമ്മാനിക്കുന്നത്. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളികളാണ് വർഗീയതയും പ്രാദേശികവാദവും അഴിമതിയും. ഇതിനെതിരെ പോരാടാൻ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം പകരുന്ന തരത്തിലാണ് വീരവണക്കത്തിലെ ഓരോ രംഗവും. 2.5 മണിക്കൂർ കൊണ്ട് തമിഴ്നാട്ടിലെ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിലൂടെയും കേരളത്തിലെ 1940കളിലെ സാമൂഹിക പശ്ചാത്തലങ്ങളുടെയും സിനിമ സഞ്ചരിക്കുന്നു. അന്നത്തെ കേരളത്തിന്റെ പ്രകൃതി ഭംഗി അതേപടി സിനിമയിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ഹൃദയസ്പർശിയായിട്ടുള്ള പ്രണയരംഗങ്ങളും ഗാനങ്ങളും ത്രസിപ്പിക്കുന്ന സംഘടനകൾ നിറഞ്ഞതാണ് വീരവണക്കം. ഇന്നത്തെ തലമുറ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വീർട്ട സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഇത്രയ്ക്ക് ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു സിനിമ മറ്റൊരു ഭാഷയിലും ഉണ്ടായിട്ടില്ല എന്ന് അവകാശപ്പെടാം. 3000-ലധികം അഭിനേതാക്കളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. സമുദ്രക്കനി, ഭരത് എന്നിവർക്കൊപ്പം ഹൃദേശ്, രമേഷ് പിഷാരി, അരിച്ച സുരേഷ്, PK മേദിനി, സുരഭി, സിദ്ദിഖ്, പ്രേംകുമാർ, ഉല്ലാസ് പന്തളം, റിയാസ്, പ്രമോദ് വെളിനാട്, കൊറബ ടെക് മുതൽ കോബ്ര രാജേഷ് വരെ ശ്രദ്ധേയമായ രംഗങ്ങളിൽ. തമിഴിലെ ഹിന്ദിയിലെ പ്രഗത്ഭ ക്യാമറമാൻ T കവിയരശും ടിനു സിദ്ധാർത്ഥും ചേർന്നാണ് ക്യാമറ ചലിപ്പിച്ചത്. ജൂലൈ 3-ാം വാരത്തോടു കൂടി തിയേറ്ററിലേക്ക് വീരവണക്കം വന്നെത്തുമ്പോൾ കാണാൻ മറക്കണ്ട.